ഇന്ന് പറയാൻ പോകുന്നത് കഴുത്ത് വേദന. ഇപ്പൊ ഒരുപാട് പേര് പറയുന്ന ഒരു പ്രശ്നമാണ് കഴുത്ത് വേദന. ഇതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ വളരെ ചെറിയ കുട്ടികൾ പോലും കണ്ടു തുടങ്ങുന്നുണ്ട്. അതിനൊക്കെ നമ്മുടെ മൊബൈലൊക്കെ ഒരു കാരണമാണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും അടുത്ത വീഡിയോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏത് തരത്തിലുള്ള കഴുത്ത് വേദന ആണെങ്കിലും, ചില ആളുകൾക്ക് സെർവിക്കൽ സ്പോൺലൈറ്റിസ് ആവും, ചിലർക്ക് സ്പോൺലോസിസ് ആവും, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് കഴുത്ത് വേദന ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ഇതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മാർഗം എന്ന് പറയുന്നത് കഴുത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ ട്രപ്പീസിയസ് മസിൽ പോലെയുള്ള മസിൽസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ കഴുത്തുമായി ബന്ധപ്പെട്ട മസിൽസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാവുന്ന ചില എക്സസൈസുകളും ഒക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് കഴുത്തിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. സൈഡിലേക്ക്, താഴേക്ക് നമ്മൾ അധികം വലിച്ചു കൊടുത്തുള്ള സ്ട്രെച്ചിങ് നമ്മൾ തൽക്കാലം വേണ്ട. നമ്മൾ സൈഡിലേക്ക് പോകും. കാരണം നമ്മളിപ്പോൾ ഈ നട്ടലിലുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ താഴേക്ക് ബൾജോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ താഴേക്ക് ഒരുപാട് വലിക്കാൻ നിന്നാൽ ചിലപ്പോൾ അത് കൂടുതൽ സിവിയർ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മസിൽസിനെ ഒന്ന്, സ്റ്റീനോക്ലിയുടെ മസിൽ എന്ന് പറയുന്ന ഈ മസിൽസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുക രണ്ട് ഭാഗത്തേക്കും. ഓക്കെ, ഒരു 5 സെക്കൻഡൊക്കെ രണ്ട് ഭാഗത്തും അങ്ങനെ പിടിച്ചാൽ മതി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ഭാഗത്തേക്കും പതിയെ നോക്കുക. ശ്വാസം വിട്ട് നോക്കട്ടോ. ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക, ശ്വാസം വിട്ട് മറുവശത്തേക്കും നോക്കുക. ഇതിങ്ങനെ അങ്ങോട്ടോട്ട് മാറി മാറി നിങ്ങളൊരു 10 പ്രാവശ്യമൊക്കെ ചെയ്യുക. അങ്ങോട്ടൊരു 5 ഇങ്ങോട്ടൊരു 5 കിട്ടിയാൽ മതി, മാറി മാറി ചെയ്യുക. പിന്നെ നമ്മൾ ഷോൾഡറിന് ചെറിയൊരു മൂവ്മെൻറ്റ്സ് കൊടുക്കുക. അതായത് നമ്മൾ ഇങ്ങനെ നിൽക്കുക, കൈ ചേർത്ത് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഷോൾഡർ എന്ത് ചെയ്യുക, ബോഡി ഇങ്ങനെ മുമ്പിലേക്ക് കൊണ്ടുവരിക. കൈ അവിടെ നിന്ന് അനങ്ങാൻ പാടില്ല. പിന്നെ അകത്തോട്ട് ഇതുപോലെ ഇങ്ങനെ ചലിപ്പിക്കുക. ഈ സമയത്ത് നമ്മൾ കഴുത്ത് നേരെ പിടിച്ചിട്ടുണ്ടാവണം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതും ഒരു 10 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 10 പ്രാവശ്യം ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് കഴുത്ത് ഇതുപോലെ, ഷോൾഡർ ഇതുപോലെ മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് ബാക്കിലൂടെ ചുഴറ്റി ഇത് ഒരു 10 പ്രാവശ്യം ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ കോമൺ ആയിട്ടുള്ള കാണിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ചെയ്യുമ്പോൾ പെയിന് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ അത് ബന്ധപ്പെട്ട ആളുകളോട്, ട്രെയിനേഴ്സിനോട്, ഡോക്ടേഴ്സിനോടൊക്കെ നിങ്ങൾ ചോദിച്ചിട്ട് മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പം ഇങ്ങനെയുള്ള നമുക്ക് ഈ ഒരു ഭാഗത്ത് മസിൽസിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനിയാണ് നമ്മൾ കഴുത്തിലെ മസിൽസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി, നമ്മുടെ കൈ ഇതുപോലെ ലോക്ക് ചെയ്ത് പിടിക്കുക. ഇതാ ഇങ്ങനെ തലയുടെ ഫ്രണ്ടിൽ വെക്കുക. ഈ തലയുടെ ഫ്രണ്ടിൽ വെക്കുമ്പോൾ തല നമ്മൾ ഒരുപാട് ഇങ്ങനെ കൂത്തിയിട്ട് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നില്ല. നമ്മൾ തല നേരെ പിടിക്കുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് കൈ കൊണ്ട് പിറകോട്ടും തല കൊണ്ട് മുൻപോട്ടും ഒരു ഫോഴ്സ് കൊടുക്കുക. ഒരു 10 സെക്കൻഡ് സമയം അവിടെ പിടിക്കുക, 10 സെക്കൻഡ് അങ്ങനെ പിടിക്കുക. എന്നിട്ട് കൈ പിറകിൽ ഇതുപോലെ ഇന്റർലോക്ക് ചെയ്യുക. നേരെ പിടിച്ചിട്ട് ഇതിലും നമ്മൾ 10 സെക്കൻഡാണ് തുടരേണ്ടത്. അടുത്ത് നമ്മൾ ഇതുപോലെ ഇവിടെ സൈഡിൽ കൈകൊണ്ട് അകത്തോട്ടും തല കൊണ്ട് പുറത്തോട്ടും ഒരു വോയിസ് കൊടുക്കുക. സെയിം വോയിസ് ആണ് കൊടുക്കേണ്ടത്. കുറച്ച് ബലത്തിൽ ചെയ്യുക, അമിതമായി അസഹനീയമായ പവർ കൊടുക്കരുത്. എന്നിട്ട് മറുവശവും ചെയ്യുക. എല്ലാം 10 സെക്കൻഡ്. ഓക്കെ, അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വേണം കിടക്കാൻ. ഇപ്പം ഇതുപോലത്തെ ഒരു മാറ്റ് ആകുമ്പോൾ ഒരു പക്ഷേ ചെറിയൊരു ഹാൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒന്നുകിൽ എന്തെങ്കിലും കട്ടിയുള്ള എന്തെങ്കിലും ബ്ലാങ്കറ്റ് ഒക്കെ മടക്കി വിരിച്ചിട്ട് അതിൽ കിടന്നിട്ടോ ഒക്കെ ചെയ്യുക. തല കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്താവണം നമ്മൾ വെക്കേണ്ടത്. ഇത് ശരിക്കും ശ്രദ്ധിക്കണം എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. ഇതുപോലെ നമ്മൾ കിടന്നിട്ട് കൈയൊക്കെ സാധാരണ പോലെ ഇങ്ങനെ വെച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യുക, ചിന്ന് ഇതുപോലെ പിടിക്കുക, അങ്ങനെ ചിൻടെക്. എന്നിട്ട് ഇങ്ങനെ പൊങ്ങുക. 1 2 3 4 5 6 7 8 9 10. ഒരു 10 സെക്കൻഡ് എന്ത് ചെയ്യുക, ഇങ്ങനെ നിൽക്കുക. താഴേക്ക് വീണ്ടും നമ്മൾ കഴുത്ത് ഇതുപോലെ ചെയ്തു. നമ്മൾ നിലത്ത് വെച്ചോണ്ടാ ചെയ്യണ്ട, ഇവിടെ എത്തിയതിന് ശേഷം ഇങ്ങനെ ആക്കുന്നതല്ല. അപ്പം നമുക്ക് ഇവിടെ പ്രശ്നം കൂടും. ഇതുപോലെ 10 സെക്കൻഡ് നിൽക്കുക.
അങ്ങനെ 10 സെക്കൻഡ് അവിടെ നിന്നുകൊണ്ട് ഉള്ള 10 എണ്ണം ചെയ്യുക ഇത്. ഓക്കെ, അതാണ് ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അത് 10 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെയാണ്. ചെസ്റ്റിനോട് ഈ ചിൻടക്ക് ചെയ്യതുപോലെ, എന്നിട്ട് തല താഴേക്ക്, ഇതിനാണ് ഞാൻ പറഞ്ഞത് താഴെ കുറച്ചൊരു സോഫ്റ്റ് വേണമെന്നുള്ളത് കേട്ടോ. ഇങ്ങനെ തല താഴേക്ക് ഇതുപോലെ ചിന്ന് തട്ടിച്ച് പിടിച്ചതിന് ശേഷം നമ്മൾ അമർത്തുക, തല താഴേക്ക് താഴ്ത്തുക. അപ്പോൾ നമ്മുടെ ഈ മസിൽസിനൊക്കെ ഒരു പവർ വരും. ഒരു 10 സെക്കൻഡ് പ്രസ് ചെയ്യുക സാധാരണ പോലെ, വീണ്ടും സാധാരണ പോലെ. ഇതിനൊക്കെ 10 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരിക്കലും ഹാർഡായിട്ടുള്ളൊരു ഫ്ലോറിൽ ചെയ്യരുത്. ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് വേണ്ടിയിട്ട് ചെയ്യുക. ഇത്തരം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം നമ്മൾ മാർജാര ശ്വസനം, ക്യാറ്റ് ബ്രീത്തിങ് കൂടെ ചെയ്യുക കേട്ടോ. അത് നമ്മളെ നട്ടലിൻ്റെ സ്റ്റെബിലിറ്റിക്ക് എപ്പോഴും നല്ലതാണ്. കഴുത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നട്ടലിൻ്റെ 33 കശേരുക്കളുടെ ഏറ്റവും അപ്പർ സെർവിക്കൽ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇതും കൂടെ ചെയ്യുന്നത് നല്ലതാണ്. ഈ ഒരു മെഷർമെൻറ്റിൽ ഇങ്ങനെ കൈ കുത്തി നിന്നിട്ട് മാർജാര ശ്വസനം, ശ്വാസം എടുത്തുകൊണ്ട് പുറം താഴ്ത്തി തല മുകളിലേക്ക്, നോട്ടം മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് പുറം പൊക്കി തല താഴേക്ക്. ഇതാണ് ചെയ്യേണ്ടത്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നട്ടലിൻ്റെ സ്റ്റെബിലിറ്റി മെച്ചപ്പെടുത്തുക, നമ്മുടെ കഴുത്തിനുണ്ടാകുന്ന വേദനകൾ, മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്ത് കുറയ്ക്കുക. ഇതിൻ്റെ താഴേക്ക് നട്ടലിൻ്റെ നമ്മളെ ലംബാർ തൊറാസിക് ഭാഗത്തേക്കുള്ള മസിൽ ശക്തിപ്പെടുത്തുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ വരും. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ സെർവിക്കലിൻ്റെ ഭാഗത്തേക്ക് വേണ്ടിയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള നല്ല വീഡിയോകൾക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഇപ്പം ഇന്ന് ഇവിടെ പരാമർശിച്ചിട്ടുള്ള ഈ ഒരു വിഷയം ഉണ്ട് എന്നുണ്ടെങ്കിൽ, കഴുത്തിന് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്താൽ ഉപകാരമാവും. വീണ്ടും നല്ല വീഡിയോകൾ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.